മഞ്ഞ് കാരണം കരിപ്പൂരിൽ ഇറങ്ങേണ്ട വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് നെടുമ്പാശ്ശേരിക്ക് മാറ്റിയത്. മൂടൽമഞ്ഞ് കാരണം റൺവേ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് കരിപ്പൂരിൽ. കനത്ത മൂടൽമഞ്ഞ് കാരണം കരിപ്പൂരിൽ ഇറങ്ങേണ്ട വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ കോഴിക്കോട്ട് നിന്ന് കരിപ്പൂരിൽ നിന്ന് വരുന്നത്. ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത്. മൂടൽമഞ്ഞ് കാരണം റൺവേ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നേരത്തെ കരിപ്പൂരിലുണ്ടായ അപകടമൊക്കെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക്, പേടിപ്പിക്കുന്ന ഓർമ്മയിലേക്ക് വരാം. അവിടെ കാലാവസ്ഥ മോശമാണ്, അവിടെ ഇറങ്ങാൻ കഴിയുന്ന സ്ഥിതിയല്ല, ലാൻഡിങ്ങിന് പറ്റിയ സ്ഥിതി കരിപ്പൂരിലില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ലാൻഡിംഗ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത്. അരുൺ അമർനാഥ് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അരുൺ പറയൂ. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് വില്ലൻ. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കനത്ത മൂടൽമഞ്ഞാണ്. ഈ മൂടൽമഞ്ഞ് കാരണമാണ് ഈ വിമാനം ഇവിടെ ഇറങ്ങാൻ സാധിക്കാതെ വഴി തിരിച്ചുവിട്ടത്. നെടുമ്പാശ്ശേരിയിലാണ് രാവിലെ 7:20 ഇറങ്ങേണ്ട ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇറങ്ങിയത്. ഒപ്പം തന്നെ മറ്റ് 2 വിമാനങ്ങൾ കൂടി വഴി തിരിച്ചു വിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊന്ന് നെടുമ്പാശ്ശേരിയിലേക്കും ഒന്ന് കോയമ്പത്തൂരും ഇറക്കി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് പ്രശ്നമില്ല. ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കറുത്ത മൂടൽമഞ്ഞ് കാരണം റൺവേ കാണാൻ സാധിക്കാത്തതാണ് പ്രതികൂലമായി ഉള്ളത്. ഒപ്പം തന്നെ ഇനി കൂടുതൽ വിമാനങ്ങളെ കൂടി ഇത് ബാധിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന. സാധാരണ ഇങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകാറുണ്ടോ അരുൺ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ കനക്കുമ്പോൾ ഇത്തരം സാഹചര്യം പതിവാണ്. ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വഴി തിരിച്ചുവിടുന്ന സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരും മംഗലാപുരം ഒക്കെ വിമാനങ്ങൾ ഇറക്കുന്നത് ഇതിനു മുമ്പും പതിവ് തന്നെയാണ്. ഇത് കാലാവസ്ഥ ക്ലിയർ ആയാൽ മാത്രമേ, എന്തായാലും ഈ സാഹചര്യം അനുകൂലമായാൽ മാത്രമേ എന്തായാലും വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം. രതീഷ്.